മഴ ശക്തമായതോടെ കൊച്ചിയിലെ റോഡുകളെല്ലാം തോടായി മാറിയ ഒരു സാഹചര്യമാണ് ഉള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കളമശ്ശേരി നഗരസഭയിലെ പത്തടിപ്പാലം എന്ന സ്ഥലത്താണ്. ഇപ്പോൾ എൻ്റെ മുട്ടിനു മുകളിൽ വെള്ളം ഒഴുകുകയാണ്. ഇതാ പുഴ ഒഴുകുന്നത് പോലെയുള്ള രീതിയിൽ വെള്ളം ഒഴുകുകയാണ്. തൊട്ടപ്പുറത്തായി ഒരു ഹോസ്പിറ്റലുണ്ട്. ആ ഹോസ്പിറ്റലിലൊക്കെ വരുന്ന ആളുകൾ വളരെ ദുരിതത്തിലാണ് വരുന്നത്. ഒരുപക്ഷെ ഞങ്ങൾ കണ്ടപ്പോൾ കാഴ്ച ആ ഹോസ്പിറ്റലിലേക്ക് ഡോക്ടർമാരെ കാണുന്നതിനായി പോയി. അവിടെ എത്തിയപ്പോഴാണ് ഡോക്ടർ ഇല്ല എന്ന് അറിയുന്നത്. അങ്ങനെ ഒരു കുടുംബം ഹോസ്പിറ്റലിൽ നിന്നും തിരിച്ച് നടന്നത് തന്നെ ഈ വെള്ളത്തിൽ കൂടി തന്നെ നടന്നു വരുന്ന ഒരു ദൃശ്യം സംഭവം ഉണ്ടായിട്ടുണ്ട്. ഏതായാലും കിൻഡർ ഗാർഡൻ ഹോസ്പിറ്റലിന് സമീപത്തെ വെള്ളക്കെട്ടിലാണ് റോഡിലാണ് ഞാൻ നിൽക്കുന്നത്. പക്ഷേ റോഡ് ഏത് തോട് ഏത് എന്ന് പോലും അറിയാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. ഇവിടെ വെള്ളം കയറിയതിനാൽ വാഹനങ്ങളൊക്കെ പെട്ടു കിടക്കുകയാണ്. ഒരു കാറിൽ വന്ന ഒരു കുട്ടിയുമായി ആശുപത്രിയിലേക്ക് പോകുന്നതിനായി വന്ന വാഹനം ഇവിടെ പെട്ടുകിടക്കുകയായിരുന്നു. ഒരു മണിക്കൂറുകൾ നേരമാണ് അവർ ഇവിടെ കിടന്നത്. അവർ നമ്മളോട് പ്രതികരിക്കാൻ തയ്യാറായില്ല. എങ്കിൽ പോലും അത്തരത്തിൽ വലിയ ദുരിതമാണ്. ഇത് വെള്ളം നമ്മൾ മുന്നോട്ട് പോകും തോറും വെള്ളം ശക്തമായി ഒഴുകുന്ന ഒരു സാഹചര്യമാണ്. അങ്ങനെ വളരെ ശക്തമായ വെള്ളം ഒഴുക്കാണ്. അതിൽ ഏറ്റവും ദുരിതമായി മാറിയിരിക്കുന്നത് വ്യാപാര സ്ഥാപനങ്ങളിലും ഗോഡൌണിലും ഒക്കെ വെള്ളം കയറിയിട്ടുണ്ട്. ലക്ഷങ്ങളുടെ നാശനഷ്ടമാണ് അവർക്ക് നേരിടേണ്ടി വരുന്നത്. ഈ വെള്ളം ഇറങ്ങിയാൽ മാത്രമേ എത്രത്തോളം നാശനഷ്ടമുണ്ടായി എന്ന് നമുക്ക് കഴിയൂ. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് മോട്ടറുകളൊക്കെ വിൽക്കുന്ന ഒരു സ്ഥാപനമാണ്. അവർ രാവിലെ വന്നപ്പോൾ അധികം വെള്ളമൊന്നും ഇല്ലായിരുന്നല്ലേ? ഇപ്പം എന്താണ് നിങ്ങളുടെ ഇവിടുത്തെ? രാവിലെ 8:30 നമുക്ക് ഓഫീസ് ടൈമിൽ മഴ നന്നായിട്ട് പെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ കാന ഇങ്ങനെ നിറഞ്ഞിട്ട് പെട്ടെന്ന് അതിശക്തമായിട്ട് വെള്ളം ആദ്യം ഗോഡൗണിലോട്ട് ഇടിച്ച് കയറി. പിന്നെ നേരത്തെ കാറ് പോകുമ്പോൾ ആ ഒരു ഓളം തള്ളിയായിരുന്നു അകത്തോട്ട് കയറുന്നത്. പിന്നെ മഴ കൂടിക്കൂടി വന്നപ്പോൾ മെഷീനറീസ് ഒക്കെ ഉണ്ട് വിൽക്കുന്നതാണ് ഇവിടെ. അതെ എയർ കംപ്രസറിൻ്റെ കമ്പനിയാണ്. നമ്മളെ വലിയ ഇൻഡസ്ട്രീസിലൊക്കെ മെഷീൻ കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മൾ എയർ കംപ്രസറുകളാണ് ഇരിക്കുന്നത്. അപ്പോൾ ആദ്യം മഴ പെയ്തപ്പോൾ ഞങ്ങൾ പുതിയ ടാർപ്പ് എടുത്തിട്ട് വന്നിട്ട് പക്ഷേ അടിയിൽ നിന്ന് വെള്ളം വന്ന് ഇതാകുമായിരുന്നു. പിന്നെ നമുക്ക് ബാക്കി ഗോഡൗണിലാണ് സ്പെയർ പാർട്സുകളൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ സ്പെയർ പാർട്സ് എല്ലാം ഫുള്ള് വെള്ളമായിട്ടുള്ള അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. കമ്പ്യൂട്ടർ ഇപ്പോൾ നമ്മളെല്ലാം ഒന്ന് പൊക്കത്തോട്ടും ബാക്കി അങ്ങോട്ടെല്ലാം പൊക്കത്തോട്ട് എടുത്ത് വെച്ചേക്കുവാണ്. എങ്ങനെയാണെന്ന് അറിയില്ല. ഇനിയും വെള്ളം കയറുവാണെങ്കിൽ അതും പോകും. തീർച്ചയായിട്ടും ഇനിയും മഴ പെയ്തു കഴിഞ്ഞാൽ അവരുടെ വലിയ ദുരിതമായി മാറും. ഇവർക്കിവിടെ നിൽക്കാൻ പോലും കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകും. അത്തരത്തിൽ മോട്ടറുകളോ കംപ്രസറോ ഒക്കെ വിൽക്കുന്ന ഒരു സ്ഥാപനമാണ്. അവിടെ ലക്ഷങ്ങളുടെ നാശനഷ്ടമുണ്ടായി എന്നാണ് പറയുന്നത്. ഇതുപോലെ തന്നെയാണ് കൊച്ചിയുടെ പല ഭാഗങ്ങളിലും രാവിലെ പെയ്ത ശക്തമായ മഴയിൽ ഈ വെള്ളം റോഡിൽ നിറയെ വെള്ളം ആയിരുന്നു. പിന്നീട് ആ വെള്ളം എല്ലാം റോഡിൽ നിന്നും പ്രധാന ദേശീയപാതയിൽ നിന്നൊക്കെ ഇറങ്ങിയ വെള്ളം പിന്നീട് ഈ ഇട റോഡുകളിലേക്ക് മാറുകയാണ്. ഇട റോഡുകളിലാണ് ഇപ്പോൾ വലിയ ദുരിതമായി മാറിയിരിക്കുന്നത്. ഇപ്പോൾ വീടുകളൊക്കെ നമുക്ക് കാണാൻ കഴിയും. അവർക്ക് വീടിന് പുറത്തിറങ്ങാൻ കഴിയാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. വീടിന് മൊത്തം വെള്ളം നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യം. വാഹനങ്ങളൊന്നും പുറത്തിറക്കാൻ കഴിയില്ലാത്ത സാഹചര്യമാണ്. ഇത്തരത്തിൽ മുൻകാലങ്ങളിലൊക്കെ ശക്തമായ മഴ പെയ്യുമ്പോൾ ഇത്തരത്തിൽ വെള്ളം കെട്ട് അനുഭവപ്പെടാറുണ്ടായിരുന്നു. പക്ഷെ അത് വലിയ ശക്തമായ മഴ പെയ്യുന്നത് മഴക്കാല ആരംഭത്തിന് മൺസൂണിൻ്റെ ആരംഭത്തിൽ തന്നെ ഇത്തരത്തിൽ വലിയ മഴക്കെട്ട് വെള്ളപ്പൊക്കം ഉണ്ടായിരിക്കുകയാണ്. അത് വലിയ ദുരിതമായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ കളമശ്ശേരി സമീപത്തുള്ള പത്തടിപ്പാലം എന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. ഇത് വലിയ ഇൻഫോ പാർക്ക് അടക്കമുള്ള സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ വെള്ളം കയറിയിട്ടുണ്ട്. ഇത്തരത്തിൽ വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. അവിടെയുള്ള ആളുകളെയൊക്കെ ഇപ്പോൾ വീടുകളിൽ നിന്നും മാറ്റുന്നുണ്ട്. ചെറിയ വീടുകളിലൊക്കെ താമസിക്കുന്ന ആളുകളാണ് വലിയ ദുരിതത്തിലായി മാറിയിരിക്കുന്നത്. അവരൊക്കെ അവരുടെ സാധന സാമഗ്രികളെല്ലാം വെള്ളത്തിൽ നശിച്ചു പോയിട്ടുണ്ട്. അത്തരത്തിൽ നിരവധി ആളുകളെയാണ് ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റുന്നതിനായി നീക്കം തുടരുന്നത്. റവന്യൂ വിഭാഗത്തിൻ്റെ അധികൃതരുടെ നേതൃത്വത്തിൽ അത്തരത്തിലുള്ള ആളുകളെ ദുരിതാശ്വാസ ക്യാമ്പിലേക്കൊക്കെ മാറ്റുന്നതിനുള്ള ശ്രമം നടന്നു വരികയാണ്. അത്തരത്തിൽ വലിയ ദുരിതമാണ്. അവർക്ക് ഭക്ഷണം പോലും കഴിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം, ഭക്ഷണം പോലും പാചകം ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ എല്ലാവരും ഉണ്ടായിരിക്കുന്നത്. അത്തരത്തിൽ വലിയ ദുരിതമാണ് ഈ കൊച്ചി ഇന്ന് രാവിലെ മുതൽ പെയ്ത ഈ മഴ കൊച്ചിയിൽ വലിയ ദുരിതം തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പലരും ഇത്തരത്തിൽ വാഹനങ്ങൾ ഈ വെള്ളത്തിലേക്ക് ഇറക്കാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ഇറക്കുന്ന വാഹനങ്ങളൊക്കെ പലപ്പോഴും തകരാറിലായി വാഹനം നിന്നു പോകുന്നതോടെ തകരാറിലായ സാഹചര്യമുണ്ട്. പക്ഷേ മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകാൻ നിവൃത്തിയില്ലാതെ വരുന്നതോടെയാണ് ആളുകൾ വാഹനം ഇത്തരത്തിൽ ഇറങ്ങിയിരിക്കുന്നത്. ഏതായാലും കൊച്ചിയിൽ രാവിലെ മുതൽ തുടർച്ചയായി പെയ്ത മഴ കൊച്ചിയിൽ വലിയ ദുരിതമാണ് ഇപ്പോൾ വിതച്ചിരിക്കുന്നത്. നിരവധി ആളുകളെ ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റാനുള്ള സാഹചര്യമാണ്. അവിടെ ഭക്ഷണം ഉൾപ്പെടെയുള്ള ക്രമീകരണങ്ങൾ നടപ്പാക്കേണ്ടതുണ്ട്. ക്യാമറാമാൻ വിവേക് ജീവനത്തിനൊപ്പം CR ശ്യാം, ഫോക്കസ് ന്യൂസ് TV, കൊച്ചി.